ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കുറേ നാളായിട്ടോ എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കണ്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നല്ല, മടി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇത് സാബൂനരി ഷൗവരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ അപ്പോൾ ഇതാ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വന്ന് ഒരു പകുതി വേവൊക്കെ ആകണ നേരത്ത് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് പണ്ടത്തെ ആൾക്കാർ, പണ്ടത്തെ പുതിയ പ്ലസ് ആൾക്കാരത്തിനൊക്കെ ഈ ഒരു സാധനം മസ്റ്റായിട്ട് അവിടെ ഉണ്ടാകും കേട്ടോ, ടേബിൾമേ. അതേപോലെ തന്നെ അലീസ, ഇതൊക്കെ തന്നെ ആയിരുന്നു മെയിൻ ഐറ്റംസ്. ആൻഡ് ഈ ഒരു ഐറ്റം ഉണ്ടാകും. ഇതിപ്പോൾ ഐ തിങ്ക് സോ അങ്ങനെ കാണാറില്ല എന്നാണ്, പക്ഷേ ഉണ്ടാക്കുന്നവരും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ നിന്ന് തേങ്ങാപ്പാലിലാണ് കേട്ടോ ഉണ്ടാക്കണത് ഈ സാധനം. പക്ഷെ പാലുണ്ടാക്കണതാണ് ഒന്നും കൂടി ടേസ്റ്റ്. എനിക്ക് പാലിലാണ് കേട്ടോ ഇഷ്ടം. തേങ്ങാപ്പാലിൻ്റെ ഒരു കുത്തരി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് പാലിലാണ് ഇഷ്ടം. ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേരാണ് പാൽവാഴക്ക. ഇത് അങ്ങനെ ആരുടെ വീട്ടിലും ഉണ്ടാക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ മലപ്പുറത്ത് കേട്ടോ. ഇനി ഉണ്ടാക്കുന്നവരുണ്ടാകും, ഇഷ്ടമുള്ളവരും ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലിത് നോമ്പിന് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ഒരു സ്പെഷ്യലായിട്ടാണ്. അതേപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ അമ്മച്ചി പയം കണ്ടപ്പോൾ ഇത് ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാബൂനരി അല്ലെങ്കിൽ ചൗവരിയുടെ ഊറ്റിക്കഴിഞ്ഞു ഗൈസ്. ഇനി ഇത് വെള്ളമൊക്കെ ഊർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഇതാ ഗൈസ്, ഇത് ഒന്നാം പാലാണ് കേട്ടോ. രണ്ടാം പാലും വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളമൊന്ന് നമ്മളിങ്ങനെ ചുവറ്റിക്കണ്ട് പാരാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിനി ഫ്ലെയിമിലേക്ക് വെക്കാം. ആൻഡ് അതിൻ്റെ മുന്നേ നമ്മൾ പാൽപ്പൊടി, ആ തേങ്ങാപ്പാലിൽ വെള്ളം ഉണ്ടല്ലോ അതിൽ മിക്സ് ചെയ്തിട്ട് അതിൽ കൊഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പാൽപ്പൊടി കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആകും. അതിൻ്റെ അടി കൂടി ഞാൻ ഇട്ടുന്നുണ്ട് ഗൈസ്. ആർക്കാ പാൽപ്പൊടി ഇഷ്ടമില്ലാത്തല്ലേ? ഇതങ്ങനെയാണല്ലോ, നമ്മൾ മുതിർന്നവരെടുത്താൽ അതിൻ്റെ പിന്നാലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായി വരും. പിന്നെ അമ്മച്ചി പിന്നെ എന്നെ അവിടെ നാട്ടുമായിരുന്നു കേട്ടോ. ചീത്ത അറിയായിരുന്നു അവിടെ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ഇതാ അമ്മച്ചി ഇതാ ആ തേങ്ങാപ്പാലിലെ വെള്ളം കൊണ്ട് മിക്സ് ആക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പാൽപ്പൊടിയും കുറച്ച് വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്തോ വീക്ക്നെസ് ആയിപ്പോയി ഗൈസ്. നമ്മൾ പാൽപ്പൊടി മിക്സ് ചെയ്തൊക്കെ വെള്ളമൊക്കെ ഇട്ടാടുന്ന്. ഇനി കഴിച്ച് നമുക്ക് ഷൗവരി ഇടാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച് ഒരുമാതിരി ആയിട്ടുണ്ടാവും. പക്ഷെ ആദ്യം കാര്യമാക്കണ്ട, ഇത് ഓക്കെ ആകും കേട്ടോ. ഇതിലിടുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി ഇത് നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. ആ ഷൗവരി ആ മിൽക്കിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരണം.
ഉമ്മച്ചി ഇതാ ഒരു പഴം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആ ഒരു കുഞ്ഞു മുറി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മൊത്തം ഉമ്മച്ചി എടുക്കുന്നുണ്ടോ. പഴമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മൊത്തം എടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് അധികം വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ പഴം. അതുകൊണ്ട് ഉമ്മച്ചി കുറച്ച് എടുക്കണുള്ളൂ പാകത്തിന്. ഇനി ഗൈസ് നമുക്ക് പഴം വാട്ടിയെടുക്കണം. അമ്മച്ചി ഇവിടെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബട്ടറിൽ ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാ എണ്ണയിലും ചെയ്യാം ഗൈസ്. വെളിച്ചെണ്ണയിലൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുക. ഒരു ബ്രൗൺ കളറായി വരണം. ഗൈസ് നമ്മൾ പാലിൻ്റെ മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി പലർക്കും പേടിയുണ്ടാവും തേങ്ങാപ്പാലല്ലേ പിരിഞ്ഞു പോകില്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് സെറ്റാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച ബ്രൗൺ കളറായ പഴം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സീന് എന്ന് പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ. ഈ ഒരു വൈറ്റ് ഇതിലേക്ക് ആ പഴത്തിൻ്റെ ഒരു നല്ല ഭംഗിയില്ലേ കാണാൻ ഗൈസ്. അതാ നല്ല നെയ്യലൊക്കെ വാട്ടിയെടുത്ത പഴമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കഴിക്കാൻ. പക്ഷെ മച്ചി കഴിക്കാൻ തന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുമ്പോൾ വെള്ളം വരുന്നുണ്ടോ വായിൽ? വെള്ളം വരുന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും തിക്നെസ് ഉണ്ടാവും കേട്ടോ. അല്ലാതെ ചൂടോടൊക്കെ കഴിക്കണം എന്നുള്ളവർ ചൂടോടൊക്കെ തന്നെ കഴിക്കാം. എനിക്ക് ചൂടോടൊക്കെ കഴിക്കാനായിട്ട് എല്ലാ ഫുഡും ഇഷ്ടം. എല്ലാ ഫുഡും അതിന് പായസം ആയിക്കോട്ടെ എന്താണെങ്കിലും എനിക്ക് ചൂടോടെ കിട്ടണം. അതെന്തോ അങ്ങനെ ആയിപ്പോയി. ഇത് നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഇത് കഴിക്കാൻ എപ്പോഴാവുക വിചാരിച്ച് കുറേ നേരമായിട്ടോ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ ഒന്നായി കിട്ടിയത്. സത്യം പറഞ്ഞാൽ കൊതി വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ചാനലിൽ പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇതാക്കണ്ടില്ലേ ഗൈസ്, അതിൻ്റെ ലുക്ക് നല്ല രസമല്ലേ. ആൻഡ് കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും പറയാൻ എല്ലാവരും മസ്റ്റ് ട്രൈ. ഇത് ഒരു വട്ടിയെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കുക. കാരണം ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.